ഹായ് എവരി വൺ. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ ആ ഒരു റീഡിങ്ങിൽ എനിക്ക് ഒരു കോമൻറ്റ് കിട്ടിയിരുന്നു. അതായത് എന്താണ് ചോത് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട്. കാരണം ചോത് പ്രാക്ടീസിൻ്റെ ഒരു കാർഡ് ഞാൻ ആ റീഡിങ്ങിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരുതി ഷോർട്സ് ആയിട്ട് ഞാനിപ്പം ആ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു. അതേപ്പറ്റി പറയുകയാണെങ്കിൽ ചോത് പ്രാക്ടീസ് ഒരു ഹീലിംഗ് പ്രാക്ടീസാണ്. അതായത് എത്ര വലിയ സഫറിങ്സിനെയും റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു പ്രാക്ടീസാണ്. മാത്രമല്ല ടിബറ്റൻ യോഗിനിയായിട്ടുള്ള മാജിക് ലാബ്ഡ്രോണും അവരുടെ ഗുരുവായിട്ടുള്ള പരമബുദ്ധനുമാണ് ചോത് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പരമബുദ്ധൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വിശ്വസിക്കുന്നു ഇദ്ദേഹം അയ്യപ്പനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. മറ്റ് ചിലരുടെ ഇതിൽ പറയുന്നത് അയ്യപ്പൻ്റെയും ശിഷ്യനായിട്ടുള്ളൊരു യോഗിയാണ് ഇദ്ദേഹം എന്നും പറയുന്നു. മാത്രമല്ല ഇദ്ദേഹം കേരളത്തിൽ നിന്നും ടിബറ്റിലേക്ക് പോയൊരു യോഗിയാണ്. ചോത് പ്രാക്ടീസ് ഇത്തിരി റിസ്ക്കുള്ളതാണ്, നല്ല റിസ്ക്കുള്ളതാണ്. എന്നിരുന്നാലും അത് കൃത്യം പ്രാക്ടീസ് ചെയ്താൽ തീരാത്ത സഫറിങ്സ് ഇല്ല. പക്ഷെ അത് ഓൺലൈനാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും നല്ലത് ഗുരുവിൻ്റെ അടുത്ത് ചെന്നിരുന്നത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലത്. ബിക്കോസ് അത് ഭയങ്കര ടെറിബിളാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ അത് ഞാൻ ചെയ്യാം.